Praise the Lord. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഫേസ്ബുക്ക് ലൈവിൽ 2024 അവസാനിക്കുവാൻ ഒരു ദിവസം മാത്രം നിൽക്കെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സ്നേഹിതൻ പ്രിയ മാത്യു ജോസഫിനോടുള്ള പ്രത്യേകമായ നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. 2024 വലിയ ഒരു ആത്മീക പ്രോസ്പെരിറ്റി, സ്പിരിച്വൽ പ്രോസ്പെരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കരുതലും കാവലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ സമാധാനത്തോടും സന്തോഷത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം കൃപ തരട്ടെ. നമ്മുടെ ആത്മീക യാത്രയിൽ പ്രത്യാശ കൈവിട്ടു പോകാതെ നിത്യത എന്ന വിഷയം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചും ജാഗരിച്ചും വിശദീകരണം പ്രാപിച്ചും ദൈവജനങ്ങൾ പഠിച്ചും ഗ്രഹിച്ചും ദൈവജനത്തെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരവിന് വേണ്ടി മുന്നോട്ട് നീങ്ങാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ രാത്രിയിലെ അല്പനേരത്തെ ചിന്തകൾക്കായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിൽ പരാമർശിക്കപ്പെട്ട വ്യക്തി നമുക്കൊക്കെ പരിചയമുള്ള എബ്ബേസാണ്. എബ്ബേസിൻ്റെ പ്രാർത്ഥന വളരെ ഫേമസ് ആണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാൻ ദൈവനിയോഗമുള്ളൊരു വിഷയം. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ കർത്താവിനോട് പ്രാർത്ഥന ചോദിച്ചു പഠിച്ചു. യേശു പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ. സ്തോത്രം. ബൈബിളിനകത്ത് ശക്തമായ പ്രാർത്ഥനകളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശക്തമായ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥിച്ച് നേടിയ ആളുകളുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ഈ 2024 പ്രാർത്ഥിച്ച് മടുത്തുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ എബ്ബേസിനെ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സ്തോത്രം. ആ വചനങ്ങൾ വായിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ദൈവം തരുമെന്നുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനിടയായി തീരട്ടെ. ഒരിക്കൽ ഭക്തനായിരിക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ പറഞ്ഞ്, ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നൊരു ഭക്തനാണ് ദാവീദ്. 3 നേരം പ്രാർത്ഥിച്ചൊരു ഭക്തനാണ് ദാവീദ്. ആ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, അവനെൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിരിക്കുന്നു, അവനെൻ്റെ കണ്ണുനീരിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി സംസാരിക്കുന്നതിൽ, ആ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത, നമ്മുടെ വേദന കാണാൻ കഴിയാത്ത, നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത മരിച്ചുപോയൊരു ദൈവമല്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. എബ്ബേസ് എന്ന വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുമ്പോൾ എബ്ബേസ് ആരായിരുന്നു? എബ്ബേസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 1 ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം 55-ാം വാക്യം പഠിച്ചു വരുമ്പോൾ
ശാസ്ത്രിമാരുടെ കുലത്തിൽപ്പെട്ട ഒരാളായിരുന്നു എബേസ്. ആ എബേസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. സാധാരണ മക്കൾ ജനിക്കുമ്പോൾ മാതാപിതാക്കൾ മനോഹരമായ പേരുകളാണ് ഇടുന്നത്. ഇസ്രയേലിലെ മാതാപിതാക്കൾ മനോഹരമായ പേരുകളാണ് ഇടുന്നത്. ജനിക്കുന്നതിന് മുമ്പ് പേരുകളിട്ട ആളുകളുണ്ട്. ദൈവം പറഞ്ഞിട്ട് പേരുകൾ ഇട്ടുകൊടുത്ത വ്യക്തികളുണ്ട്. മനോഹരമായ പേരുകൾ എന്നും എക്കാലത്ത് നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ടാകുന്ന, താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന പേരുകൾ മാതാപിതാക്കൾ ഇടാറുണ്ട്. മനോഹരമായ പേരുകൾ ഇടാറുണ്ട്. ദൈവനാമത്തെ ചൊല്ലി, ദൈവത്തിന്റെ പ്രവർത്തനത്തെ ചൊല്ലി, ദൈവത്തിന്റെ മറുപടികളെ ചൊല്ലി ഓർത്ത് സ്മരിച്ച് പേരുകൾ അങ്ങനെ ഇടുന്ന ആളുകളുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവവചനത്തിലൂടെ നമുക്കറിയാം, എബേസിന്റെ അമ്മ മാരാവ് എബേസിന്റെ ഗർഭം ധരിച്ച് പ്രസവിക്കാറായ സമയത്ത് ആ പ്രസവ വേദനയിൽ അമ്മയിട്ട പേര്, സ്തോത്രം, വളരെ വ്യസനത്തിന്റെ പുത്രൻ എന്ന പേര് വരുന്ന നിലവാരത്തിലാണ് എബേസ് എന്ന പേരിടുവാനിടയായി തീർന്നത്. വചനത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു, അവനെ വ്യസനത്തോടെ പ്രസവിച്ചുവെന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. അപ്പൊ വ്യസനപുത്രനാണ് എബേസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മറ്റുള്ള കുഞ്ഞുങ്ങളുടെ പേരുകൾ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ, നാട്ടുകാർ വിളിക്കുമ്പോൾ, പേരിൽ അഭിമാനം കൊള്ളുമ്പോൾ, വീട്ടുകാരും സ്വന്തക്കാരും ഉടമസ്ഥരും ബന്ധുജനങ്ങളും പേരുകളിൽ പുളകം കൊള്ളുമ്പോൾ, എബേസിന്റെ ജീവിതത്തിൽ എപ്പോഴും വിഷമമാണ് ഈ പേര്. എന്താ? വ്യസനപുത്രൻ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട്, ആളുകൾ നിന്ദിക്കാറുണ്ട്, ആളുകൾ കളിയാക്കാറുണ്ട്, ആളുകൾ പരിഹസിക്കാറുണ്ട്. അവരോട് കടന്നു പോകുന്ന വഴിയിൽ ആളുകൾ പലതും പറയാറുണ്ട്. ദേണ്ട പോകുന്നു വ്യസനപുത്രൻ, ദേണ്ട പോകുന്നു സങ്കടപുത്രൻ, ദേണ്ട പോകുന്നു അമ്മയെ വിഷമിപ്പിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ അവനെ അപമാനിച്ച് കാണും, അവനെ വേദനിപ്പിച്ച് കാണും, അവനെ കുറ്റപ്പെടുത്തി കാണും, അവനെതിരെ വിരൽ ചൂണ്ടിക്കാണും, അവനെ നിന്ദിച്ച് കാണും, അവനെ പരിഹസിച്ചു. തിരുവെഴുത്ത് പറയുന്നു, എബേസിന് സഹോദരന്മാരുണ്ട്. കാരണം ഒറ്റയ്ക്കല്ല, തന്റെ മാതാവിന് ഈ മകൻ കൂടാതെ വേറെ മക്കളുണ്ട്. പക്ഷേ അവരെക്കാട്ടിലും എല്ലാം മാന്യനായൊരു വ്യക്തിയാണ് എബേസ്. എന്തൊരു നല്ല സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാ! ചിന്തിച്ചു നോക്കിക്കേ. വ്യസനപുത്രൻ എന്ന വീട്ടുകാർ വിളിക്കുമ്പോൾ തന്നെ മറ്റുള്ള മക്കളിൽ നിന്നും വ്യത്യസ്തമായ ശ്രേഷ്ഠതയുള്ളൊരു വ്യക്തിയാണ് എബേസ്. എന്താണ്? ഏറ്റവും മാന്യനായൊരു മനുഷ്യൻ. സമൂഹത്തിൽ അങ്ങനെ മാന്യതയുള്ള ആളുകൾ വളരെ കുറവാണ്. പേരുദോഷം കേൾപ്പിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പേരിന് അപമാനം വരുത്തുന്നവർ ഒത്തിരി പേരുണ്ട്. ജനിപ്പിച്ച മാതാപിതാക്കളുടെ തലമുടിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മക്കൾ മത്സരികളായ മക്കളുണ്ട്. അപമാനത്തിന് കാരണമായി തീരുന്ന മക്കളുണ്ട്. മക്കളെ ചൊല്ലി തീരാ തലവേദനയാണെന്ന് പറയുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഈ എബേസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ സമൂഹത്തിൽ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവഭക്തരെ, നമ്മുടെ സ്വഭാവത്തിന് ശ്രേഷ്ഠതയുണ്ടാകണം. കാലേബിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്, എല്ലാ മനുഷ്യരെ പോലെയല്ല, വേറൊരു സ്വഭാവമുണ്ട്. നല്ല ക്യാരക്ടർ അവനുണ്ട്, സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത അവനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം: നിങ്ങൾ നല്ല മനുഷ്യരാണോ? നിങ്ങൾ മാന്യരാണോ? വചനം കേട്ടിട്ട്, വചനം വായിച്ചിട്ട്, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ജീവിതത്തിന്, ക്യാരക്ടർക്ക് ഒരു രൂപാന്തരവും വരുവാൻ കഴിയാതെ പഴയ മനുഷ്യനാണെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വചനം എന്ത് പറയുന്നു? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. സ്തോത്രം. എബേസിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. മാന്യനായൊരു മനുഷ്യൻ, പക്ഷേ സങ്കടമാണവന്, വേദനയാണവന്, ഒറ്റപ്പെട്ടു പോയവനാണ്, തലകുനിയപ്പെട്ടവനാണ്, അപമാനിക്കപ്പെട്ടവനാണ്.
രക്തബന്ധങ്ങൾ പോലും അവനെ അംഗീകരിക്കാൻ മടി കാണിച്ചു, മനസ്സ് കാണിച്ചില്ല. ആ മനുഷ്യൻ ഒരിക്കൽ ഭാരം ഹൃദയത്തിനകത്ത് തോന്നിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. സങ്കീർത്തന കർത്താവ് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം തകർന്ന്, മനസ്സ് തകർന്ന്, വേദനിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങി, ദൈവസന്നിധിയിൽ അവന്റെ വേദന പങ്കുവയ്ക്കാൻ തുടങ്ങി, ദൈവസന്നിധിയിൽ അവന്റെ ജീവിതത്തിന്റെ നിരാശ പങ്കുവയ്ക്കാൻ തുടങ്ങി. വചനം എന്താണ് പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നു, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. രാമ്യം പറഞ്ഞ ഹൃദയത്തിലെ വചനം സ്വീകരിച്ചോണം. നിരാശപ്പെടരുത്, മടുത്തു പോകരുത്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എന്റെ വേദന കാണാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വ്യസനപ്പെടാതെ, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി നമ്മുടെ പാദപീഠം, അവന്റെ പാദപീഠമായിരിക്കാൻ ആ പാദപീഠത്തിലേക്ക് ചെന്ന് നിന്റെ ഹൃദയത്തിന്റെ വേദന പങ്കുവയ്ക്കാമെങ്കിൽ, നിന്റെ ഭാരം പങ്കുവയ്ക്കാമെങ്കിൽ, എത്ര അസാധ്യമായ വിഷയമായിരുന്നാലും, എത്ര അപ്രാപ്യമായ വിഷയമായിരുന്നാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം തടഞ്ഞാലും, ആരെല്ലാം വാദിച്ചാലും, നീ അപേക്ഷിച്ചതിനെ തരുന്നൊരു ദൈവമുണ്ട്. നീ ചോദിച്ചതിനെ നൽകുന്നൊരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ചതിനെ നൽകുന്നൊരു ദൈവമുണ്ട്. നീ അപേക്ഷിച്ചതിനെ സാധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ഭക്തരെ, ഈ 2024 ധൈര്യത്തോടെ ഇരിക്കുക. നീ ചോദിച്ചത് ദൈവം തരും. നീ ചോദിച്ചത് ദൈവം തരും. നീ പ്രാർത്ഥിച്ചത് ദൈവം തരും. നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരുന്നത് വൃഥാവാകത്തില്ല. നീ ഉപവാസം എടുത്തത് വൃഥാവാകത്തില്ല. ആരും കാണാതെ രഹസ്യമായി വാതിലടച്ച് അറയിൽ കയറി ദൈവത്തോട്, എന്റെ ദൈവമേ, എനിക്കൊരു വഴി തുറക്കുന്നില്ലേ, എന്നെ സഹായിക്കത്തില്ലേ, എന്റെ തലമുറയുടെ വിഷയം, എന്റെ മിനിസ്ട്രിയുടെ വിഷയം, എന്റെ ഭാവിയുടെ വിഷയം, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, എന്റെ വീടിന്റെ വിഷയം, എന്റെ കടത്തിന്റെ വിഷയം, എന്റെ ജനുക്കത്തിന്റെ വിഷയം, എന്റെ ആവശ്യങ്ങളുടെ വിഷയം എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന നിന്നോട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ അപേക്ഷിച്ചത് എത്ര അസാധ്യമാണെങ്കിലും, നീ ചോദിച്ചത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അവൻ തരും. അത് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബേസ് എന്താണ് ദൈവത്തോട് അപേക്ഷിച്ചത്? ഒന്നാമത്തെ അവന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ വിഷയം, ഇസ്രായേലിന്റെ ദൈവത്തോട്, ദൈവമേ, നിശ്ചയമാ നീ എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ എബേസിന്റെ കണ്ണുനീരിൽ ആദ്യം ദൈവത്തോട് പറഞ്ഞ വിഷയം എന്താണ്? ഇസ്രായേലിന്റെ ദൈവത്തോട് ചോദിച്ചത് എന്താണ്? ദൈവമേ, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് വളരെ സന്തോഷം തോന്നി ആ പ്രാർത്ഥന. ഒത്തിരി തകർച്ചയിൽ നിന്നുള്ള പ്രാർത്ഥനയാ, ഒത്തിരി വിഷമത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാ, ഒത്തിരി 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 കുറ്റപ്പെടുത്തലുകളുടെ നടുവിലുള്ള പ്രാർത്ഥനയാണ്, വിരൽ ചൂണ്ടുന്നതിന്റെ നടുവിലുള്ള പ്രാർത്ഥനയാണ്. ആ ഭക്തൻ മനസ്സിലായി, ഒരു അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. നമ്മെ ആരാണ് അനുഗ്രഹിക്കുന്നത്? ദൈവമാണ് അനുഗ്രഹിക്കേണ്ടത്. ദൈവമാണ് നമുക്ക് ഉയർച്ച നൽകേണ്ടത്. ദൈവമാണ് നമുക്ക് നന്മ നൽകേണ്ടത്. ഇന്ന് രാത്രികാലം
നീ ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി അപ്പന്റെ പാദപീഠത്തെ കെട്ടിപ്പിടിച്ച് ഏശാവ് കരയുമ്പോൾ, അപ്പാ ഒരു അനുഗ്രഹം പോലും എനിക്കില്ല എന്ന് ഭാരത്തോടെ അപ്പന്റെ കാലെ പിടിച്ചു കരയുമ്പോ അപ്പം പറഞ്ഞു, മോനെ എല്ലാം ഞാൻ യാക്കോബിന് കൊടുത്തു. ഒരു അനുഗ്രഹത്തിന് വേണ്ടി കരയുന്ന ഒരു ഏശാവ്, ഒരു അനുഗ്രഹത്തിന് വേണ്ടി അപ്പന്റെ കാലെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ഒരു ഏശാവ് അപ്പൻ അനുഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ നമ്മുടെ ദൈവം തമ്പുരാൻ, സ്വർഗത്തിലെ നമ്മുടെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാൻ മനസ്സുള്ളവരാണ്. അവന്റെ സന്നിധിയിൽ കരയുന്നവരെ, അവന്റെ സന്നിധിയിൽ വിശ്വസ്തരായവരെ, അവനെ സേവിക്കുന്നവരെ, അവനെ മാനിക്കുന്നവരെ, അവന്റെ നാമത്തിന് ചെലവിടുന്നവരെ, അവന്റെ നാമത്തിന് കൊടുക്കുന്നവരെ, അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടസഹിക്കുന്നവരെ ഒക്കെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും പ്രതിഫലമുണ്ട്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, അവൻ അനുഗ്രഹം നൽകുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുവെങ്കിൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, തന്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ച ദൈവം, ഇന്ന് രാത്രി യബ്ബേസിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആത്മീയ നന്മകൾ മാത്രമല്ല, ഭൗതിക നന്മകൾ ദൈവം തരും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ വാസ്തവമായി സേവിച്ചാൽ, വിശ്വസ്തയോടെ സേവിച്ചാൽ ദൈവം നമുക്കൊരു അനുഗ്രഹം തരും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വത്രം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന്, ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതാണ്. അപ്പൊ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. താഴ്മയ്ക്കും യഹോവക്തിക്കും പ്രതിഫലമുണ്ട്. ദൈവത്തെ സേവിക്കുന്നതിനൊരു പ്രതിഫലമുണ്ട്. നീതിമാനൊരു പ്രതിഫലമുണ്ട്. കൊടുക്കുന്നവനൊരു നന്മയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി യബ്ബേസിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. യബ്ബേസ് ആദ്യം പറയുന്ന വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്താണ്? ദൈവമേ, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. കുറ്റപ്പെടുത്തൽ കേട്ടവൻ മനസ്സും അടുത്തു, അഭിപ്രായങ്ങൾ കേട്ടവൻ മനസ്സും അടുത്തു, സഹോദരന്മാർ പറഞ്ഞത് കേട്ടവൻ മനസ്സും അടുത്തു. മാന്യനായൊരു മനുഷ്യനാണ്, ആർക്കും ദോഷം ചെയ്തില്ല, ആർക്കും ഉപദ്രവം ചെയ്തില്ല, പക്ഷെ അവൻ അനുഗ്രഹിക്കപ്പെട്ടില്ല. പക്ഷെ മാന്യനാണ്. പക്ഷെ വേദനയിൽ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി എന്നെ അനുഗ്രഹിക്കാതിരിക്കരുത്, ഇനി എന്നെ മാനിക്കാതിരിക്കരുത്. എനിക്കൊരു അനുഗ്രഹം വേണം. അതിനകത്തൊരു സന്ധിയില്ല, അതിനകത്തൊരു അയവില്ല. നിശ്ചയമായി ഇസ്രായേലിന്റെ ദൈവമേ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. സ്വത്രം. ഇന്ന് രാത്രി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നവരായിരിക്കാം. ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം. റെന്റിന്റെ പൈസ കൊടുക്കുവാനില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം. താമസിക്കുന്ന വീടിന്റെ പൈസ കൊടുക്കാനില്ലാതിരിക്കാം. കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് ഒരു നന്മയില്ലാതെ നട്ടം തിരിയുന്നവരായിരിക്കാം. ഒരു ഡോറ് തുറക്കുവാൻ വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പലരുടെ അടുക്കൽ ചെന്നിട്ട് നിരാശപ്പെട്ടു പോന്നിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ 2024 ഒരു ഞെരുക്കമല്ല, ഒരു ദാരിദ്ര്യമല്ല, ഒരു വിടുതലിലേക്ക്, ഒരു നന്മയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. ഒന്നാമേം പറയാൻ കഴിയുമോ? യെസ് ലോർഡ് എന്ന് പറയാൻ കഴിയുമോ? ദൈവം എന്നെ സഹായിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? പത്രോസിന് കരമടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ കരമടയ്ക്കുവാൻ മാർഗം കാണിച്ചു കൊടുത്തവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. സ്വത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഒരനുഗ്രഹം നമുക്കുണ്ട്. സ്വത്രം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ദേശത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, സഭയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ ദൈവം പകരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഒന്ന്, എബേസിന്റെ പ്രാർത്ഥനയിലെ വിഷയം, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്കറിയാം, എന്റെ അതിർ ഒന്ന് വിസ്താരത്തിലാക്കി തരണം. അപ്പൊ ഞെരുക്കത്തിലാന്ന് നമുക്ക് മനസ്സിലായി. ഒത്തിരി മേഖലകളിൽ ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ കഴിയാതെ ഏതോ ബൗണ്ടറിക്കകത്ത് ഒതുങ്ങിപ്പോയി. നമ്മളൊക്കെ അങ്ങനെയാണ്. ശുശ്രൂഷയിൽ കയറി വരാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ കയറി വരാൻ ആഗ്രഹിക്കുന്നു, ജീവിതത്തിൽ കയറി വരാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ വേലയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ആത്മാക്കളെ നേടുന്നതിൽ സ്വതന്ത്രമല്ലിൽ അഭിവൃദ്ധി വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും ഒരു വിടുതൽ നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ട്, എവിടെയൊക്കെയോ തടയപ്പെട്ട്, എവിടെയൊക്കെയോ അവഗണിക്കപ്പെട്ട്, എവിടെയൊക്കെയോ മുറിവേറ്റ്, ഒന്നുമായി തീരാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ ആദരിനകത്ത് നമ്മെ ഒതുക്കി, ആദരിനകത്ത് നമ്മെ ഞെരുക്കി, ഒരു വിശാലത ശുശ്രൂഷ മേഖലയിൽ പ്രാപിക്കാൻ കഴിയാതെ ഇടുക്കത്തിനകത്ത് നമ്മെ പൂട്ടുമ്പോൾ ഇന്ന് രാത്രി എബേസ് പ്രാർത്ഥിച്ചതുപോലെ, തമ്പുരാനേ എന്റെ ആദിരൊന്ന് വിശാലപ്പെടുത്തണമേ. ആമേൻ. ജീസസ്, എന്റെ അതിരുകളെ ഒന്ന് വിശാലപ്പെടുത്തണമേ. ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിര് വിശാലപ്പെടട്ടെ, നിങ്ങളുടെ പ്രവർത്തന മേഖലയുടെ അതിര് വിശാലപ്പെടട്ടെ, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയുടെ സഞ്ചാരപഥം വിശാലപ്പെടട്ടെ, നിങ്ങളുടെ മിഷണറി വേലയുടെ ആ സ്ഥലം വിശാലപ്പെടട്ടെ, നിങ്ങൾ ചെന്ന് പ്രവർത്തിക്കുന്ന മേഖല വിശാലപ്പെടട്ടെ. നിങ്ങൾക്കൊരു വിശാലത ശുശ്രൂഷയിൽ ദൈവം ഒരുക്കി തരട്ടെ. ഒതുക്കി, ഞെരുക്കി, പ്രവർത്തിച്ച് റിസൾട്ടില്ലാത്ത നിലവാരത്തിലാക്കി, മനസ്സ് മടിപ്പിച്ച് ഒതുക്കുന്ന ഒരു വ്യാപാരത്തെ ഇന്ന് രാത്രി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. എബേസിന്റെ അതിരുകളെ വിശാലതയിലേക്ക് നയിച്ച ദൈവമേ, എനിക്കൊരു വിശാലത തരണമേ. സ്തോത്രം. ഈ വചനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 2025 നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ വേലസ്ഥലത്തിനകത്ത്, നിന്റെ വയലിനകത്ത്, നിന്റെ മുന്തിരിത്തോട്ടത്തിനകത്ത്, നീ പ്രവർത്തിക്കുന്ന സ്ഥലത്തിനകത്ത് ഒരു വിശാലത, ഒരു വിശാലത ദൈവം നൽകും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഒരു വിശാലതയും ഒരുക്കും. ദാവീദിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു പദമുണ്ട്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി. സ്വതന്ത്രം. അപ്പൊ ഒന്ന് നിശ്ചയമായിട്ടെന്നെ അനുഗ്രഹിക്കണം. 2, എബേസിന്റെ പ്രാർത്ഥനയ്ക്കകത്തുള്ള വിഷയം, എൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തണം. 3, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം, അല്ലേ? ദൈവത്തിന്റെ കരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. താങ്ങുന്ന കരമാണ്, അടയാളം ചെയ്യുന്ന കരമാണ്, അത്ഭുതം ചെയ്യുന്ന കരമാണ്, സൗഖ്യപ്പെടുത്തുന്ന കരമാണ്, വഹിക്കുന്ന കരമാണ്, പിടിക്കുന്ന കരമാണ്, താങ്ങുന്ന കരമാണ്, ദൈവപ്രവൃത്തിയുടെ കരമാണ്, അത് അനുഗ്രഹത്തിന്റെ കരമാണ്, അത് അത്ഭുതത്തിന്റെ കരമാണ്, അത് അളവെടുക്കുന്ന കരമാണ്. ദൈവത്തിന്റെ കരത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്ന, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, ആ കരമെന്നെ ബലപ്പെടുത്തി, ആ കരമെന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ അവൻ കൈവച്ചു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകതയാണ്. എബേസ് പറഞ്ഞു, കർത്താവേ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും മഹത്വവാനായ ദൈവത്തിന്റെ താങ്ങുന്ന കരങ്ങൾ നിന്റെ കൂടെയുണ്ട്. എല്ലാവരും നിന്നെ വിഷമിപ്പിച്ച് മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അതാ അവന്റെ താങ്ങുന്ന കരം നിന്റെ മേലിറങ്ങാൻ പോവുകയാണ്.
സൗഖ്യത്തിനായി നിന്നെ തൊടാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആ കരമിറങ്ങി വരുന്നു. നിന്നെ സ്പർശിക്കുവാൻ ആ കരമിറങ്ങി വരുന്നു. നിന്നെ ബലപ്പെടുത്തുവാൻ ആ കരമിറങ്ങി വരുന്നു. നിന്നെ താങ്ങുവാൻ ആ കരമിറങ്ങി വരുന്നു. നിന്നെ തൊടുവാൻ ആ കരമിറങ്ങി വരുന്നു. നിന്നെ അനുഗ്രഹിക്കുവാൻ ആ കരമിറങ്ങി വരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങും നിന്റെ ജീവിതത്തിൽ. സ്തോത്രം. അപ്പൊ 3 എബേസിന്റെ പ്രാർത്ഥന, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. 4-മത്തെ പ്രാർത്ഥന, അനർത്ഥം എനിക്ക് എന്താകരുത്, വ്യസനകാരണമായി മാറരുത്. അനർത്ഥ ദൂതന്മാരുണ്ട്, അനർത്ഥ ദിവസങ്ങളുണ്ട്. സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നു, അന്നത്തെ ദിവസത്തിൽ ഒന്ന് എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, ദുരിതവാസന്റെ മറവിലെ മറയ്ക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവയെല്ലാറ്റും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്നവനുണ്ട്, ശുശ്രൂഷിക്ക് നിൽക്കുന്നവരുണ്ട്. നീതിമാൻ അനർത്ഥങ്ങളുണ്ട്, സത്യസന്ധമായി ജീവിച്ചാൽ അനർത്ഥങ്ങളുണ്ട്. പക്ഷേ എബേസിന്റെ പ്രാർത്ഥന, ദൈവമേ അനർത്ഥങ്ങൾ എനിക്ക് എന്താകരുത്, വ്യസന കാരണമാകരുത്. സ്തോത്രം. ഒരു നല്ല പ്രാർത്ഥനയത്. അനർത്ഥമുണ്ട് ലോകത്ത്. നമ്മൾ പോകുന്ന വഴിയാത്രകളിലൊക്കെ അനർത്ഥങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ഗ്യാരണ്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നേരെ വരാം, പ്രാണന് നേരെ വരാം, ജീവിതത്തിന് നേരെ വരാം, ശരീരത്തിന് നേരെ വരാം, ആയുസ്സിന് നേരെ വരാം. പക്ഷെ ഇന്ന് രാത്രിയിൽ എബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ പരിപാലിക്കും, ദൈവം നിന്നെ കാക്കും, ദൈവം നിന്നെ സൂക്ഷിക്കും. എന്താ എബേസ് പ്രാർത്ഥിച്ചത്? എന്താ? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറരുത്. സ്തോത്രം. 5-മത്തെ പ്രാർത്ഥന, എന്നെ കാക്കണമേ. തന്റെ പ്രാർത്ഥന എന്താ? എന്നെ കാത്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. സ്തോത്രം. ഒരു പരിപാലനത്തിന് വേണ്ടി എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ 5 ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1, അനുഗ്രഹം. 2, അതിര് വിശാലപ്പെടണം. 3, നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം. 4, അനർത്ഥം എനിക്ക് വ്യസനകാരണമാകരുത്. 5, എന്നെ കാക്കണം. വചനം എന്താണ് പഠിപ്പിക്കുന്നത്? എബേസിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താ? നിരാശപ്പെട്ടു പോയോ? മറുപടിയില്ലാതെ പോയോ? അദ്ദേഹം നിരാശപ്പെട്ടു പോയോ? അദ്ദേഹം വിഷമിച്ചു പോയോ? 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പ്രചോദനമാണോ? നമുക്ക് അവിടെ നിന്നൊരു ഊർജം ലഭിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവ വചനം സത്യവചനമാണ്, വിശ്വാസയോഗ്യമായ വചനമാണ്. ആ വചനത്തിൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദസൂക്തങ്ങളിൽ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എബേസ് അപേക്ഷിച്ചതിനെ, ആമേൻ, എബേസ് ചോദിച്ചതിനെ, എബേസ് പ്രാർത്ഥിച്ചതിനെ, എബേസ് ദൈവത്തോട് പറഞ്ഞതിനെ 5 കാര്യങ്ങള് ദൈവം അവന് കൊടുത്തു. സ്വതന്ത്രം. 5 പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടിയും ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയത്, അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് കൊടുത്തു. നമ്മുടെ ദൈവം ആരാണ്? സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം എന്താണ്? അവൻ അസാധ്യമായതൊന്നുമില്ല. അവനെ കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല. അവന് ചെയ്യാൻ കഴിയാത്തത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. സ്തോത്രം. അവൻ അധികാരമുള്ളവനാണ്, അവൻ സർവശക്തിയുള്ളവനാണ്. അവനെ പോലെ വേറൊരു ദൈവം ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്തൊരു ഉത്തമ ബോധമുണ്ടാകണം. കരയുന്ന നിന്റെ അകത്തൊരു വിശ്വാസമുണ്ടാകണം. എത്ര അസാധ്യമായ കാര്യം ഞാൻ ചോദിച്ചാലും, ഞാൻ പ്രാർത്ഥിച്ചാലും, ഞാൻ നിലവിളിച്ചാലും ദൈവം എനിക്ക് നടത്തി തരുമെന്ന്, ദൈവം എനിക്ക് സാധിപ്പിച്ചു തരുമെന്ന്, ദൈവം എനിക്കത് ഓപ്പണാക്കി തരുമെന്ന് ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, എത്ര അസാധ്യമാകട്ടെ, എത്ര വർഷത്തെ തഴക്കമുള്ളതാകട്ടെ, ആരെല്ലാം പറയട്ടെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന്, ആരെല്ലാം വിധി പറയട്ടെ, ആരെല്ലാം ഇത് നോ എന്ന് പറയട്ടെ,
പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ കണ്ണുനീര് കാണും, എൻ്റെ വേദന കാണും, എൻ്റെ നിലവിളി കാണും, എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എഫേസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ 2024 എഫേസിലെ ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് നൽകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം എന്താണെന്നറിയാമോ? എഫേസിന്റെ ദൈവം എന്റെയും ദൈവമാണ്. സ്തോത്രം. എഫേസിന്റെ ദൈവം എന്റെയും ദൈവമാണ്. ആ എഫേസിന്റെ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അവന് മാറ്റമില്ല. മാറ്റമില്ലാത്തവനാണ് ദൈവം. അവന്റെ സ്വഭാവം അവൻ ത്യജിക്കുന്നില്ല. അവന്റെ സ്വഭാവത്തിന് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. എഫേസിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയും. എഫേസിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കാൻ കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞു, മടുത്തു പോകാതെ പിന്നെയും പ്രാർത്ഥിപ്പീൻ. യേശു പറയുക, മടുത്തു പോകാതെ പിന്നെയും പ്രാർത്ഥിപ്പീൻ. ഗതസമന തോട്ടത്തിൽ വെച്ച് യേശു ശിശുമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു നാഴിക പോലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ലേ? നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, ആകാശം അടഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു, ആകാശം തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ലഭിച്ചു എന്ന് കരുതി പ്രാർത്ഥിക്കൂ. നാം ചോദിച്ച ദൈവം നമുക്ക് നൽകുമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ധൈര്യത്തോടെ ഇരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്, നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, നിന്റെ ചോദ്യങ്ങൾക്കൊരു മറുപടിയുണ്ട്, നിന്റെ ആദിക്കൊരു മറുപടിയുണ്ട്. തമ്പുരാന്റെ സന്നിധാനത്തിൽ ചെന്ന് സ്തോത്രം, നിന്റെ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദപീഠം കഴുകൂ, അവന്റെ പാദപീഠത്തിൽ ആശ്രയിക്കൂ. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ നിലവിളിക്കൂ. ദൈവം നിന്റെ നിലവിളി കേൾക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ 2024 ഞാൻ നിങ്ങളെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥിക്കുക. ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മീയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേലയിൽ പ്രയോജനപ്പെടാൻ പ്രാർത്ഥിക്കുക. സ്വത്രം. ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ ആഴം കേട്ടോ, പ്രാർത്ഥനയുടെ ഒരു ആഴം. സ്വത്രം. വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകട്ടെ. സ്വത്രം. ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ ആറയിൽ കയറി വാതിലടച്ച്. എങ്ങനെ പ്രാർത്ഥിക്കണം? ആറയിൽ കയറി വാതിലടച്ച്. സ്വത്രം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. 2, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. 3, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 4, ലഭിച്ചു എന്ന് കരുതി പ്രാർത്ഥിക്കണം. സ്തോത്രം. 5, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ എഫേസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം നിന്റെയും പ്രാർത്ഥന കേൾക്കും. ഈ 2024 നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, അസാധ്യമായ കാര്യങ്ങൾ നടക്കട്ടെ, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. പഴയ നിയമത്തിലെ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിലെ എഫേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വളരെ മാന്യനായൊരു മനുഷ്യൻ. പക്ഷെ എല്ലാവരും കളിയാക്കി, എല്ലാവരും അപമാനിച്ചു, എല്ലാവരും കുറ്റപ്പെടുത്തി, എല്ലാവരും പലതും പറഞ്ഞു. സഹിച്ചില്ല. അവൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. നിന്റെ ആശ്രയം ദൈവമാണ്. നിന്റെ ആശ്രയം ദൈവമാണ്. മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കരുത്. ദൈവത്തിന്റെ പാദപീഠേ നീ ആശ്രയിച്ചോണം. കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്നൊരു ദൈവമുണ്ട്. ആ കണ്ണുനീര് ദൈവത്തോട് സംസാരിക്കും. നിന്റെ തലമുറകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ കരയൂ. നിന്റെ വേലയെക്കുറിച്ച് ദൈവസന്നിധിയിൽ കരയൂ. നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവസന്നിധിയിൽ കരയൂ.
ദൈവം നിന്നോട് സംസാരിക്കും. യബ്ബേസ് അപേക്ഷിച്ചു, ദൈവം അവന് കൊടുത്തു. ദൈവം അവന് കൊടുത്തു. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് തരും. ഞാൻ പ്രാർത്ഥിച്ച ദൈവം എനിക്ക് നടത്തി തരും. ഇന്ന് രാത്രി യബ്ബേസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അവന്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കും. 2024 എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക. നടക്കും. സംഭവിക്കും. അത് സംഭവിക്കും. അങ്ങനെ തന്നെ പ്രാപിക്കും. അത് തുറക്കും. ദൈവം തരും. ധൈര്യത്തോടെ ഇരിക്കുക. പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. യബ്ബേസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ലൈവിൽ ശ്രദ്ധിച്ച എല്ലാ മാന്യരായ ദൈവമക്കളോടും നന്ദി പറയുന്നു. മടുത്തു പോകരുത്. പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിൽ മുന്നേറൂ. വൻകാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. നന്ദി. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.